ഇവിടെയുള്ള മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത്. അത്തരമൊരു ആപൽ സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം കൂടെ ഉണ്ടായത്. റിക്ടർ സ്കെയിൽ 6 മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകർന്നേക്കാനിടയുണ്ട്, തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. ഇത് തകർന്നാലുള്ള കുത്തൊഴുക്കിന്റെ ശക്തി കുറക്കുന്നതിന് ആ വെള്ളം 120 അടിയിൽ നിജപ്പെടുത്തണം. മുല്ലപ്പെരിയാറിൽ ഒരാശങ്കയും വേണ്ട. മുല്ലപ്പെരിയാറിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മുല്ലപ്പെരിയാർ പൊട്ടില്ല. വിജയൻ അതിങ്ങനെ തള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ മുൻ നിലപാടുകളിലും മാറ്റമില്ല. എന്നത്തെ നിലപാടിലാണ് വിജയ? 2011 സഖാവ് ഇങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് താങ്കൾക്ക് വലിയ ആശങ്കയായിരുന്നു മുല്ലപ്പെരിയാർ. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയപ്പോൾ ഈ ആശങ്കയൊക്കെ പോയി. അത് ഏത് തരത്തിലുള്ള ആശങ്കയാണ് വിജയ? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തരൂ. പെരിയാർ എന്നത് സംസ്ഥാനത്തെ ജനങ്ങളെല്ലാം ഏകീകരിച്ച ധാരണയുള്ള ഒരു പ്രശ്നമാണ്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏകീകരിച്ച ധാരണയാണ്. അവിടെ ഡാമിന് ബലക്ഷയമുണ്ട്. ഇതിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചുകൊണ്ടുവരണം. ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ ഡാം പണിയണം. ഇതാണ് കേരളത്തിന്റെ ആവശ്യം. പഴയ പ്രസംഗങ്ങളൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് എടുത്ത് റിവൈൻഡ് ചെയ്ത് കേൾക്കുന്നത് നല്ലതായിരിക്കും. ഇനി 1.5 വർഷം കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഡാമിന്റെ നിലനിൽപ്പിൽ ആശങ്കയുമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും ആശങ്ക ഉണർത്തുന്ന ആ വീഡിയോ നിങ്ങൾ എല്ലാവരും, അതിനുശേഷം ആശങ്ക ഇല്ലാത്ത വീഡിയോ നമുക്കൊന്ന് കാണാം. പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത്. അത്തരമൊരു ആപൽ സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം കൂടെ ഉണ്ടായത്. റിക്ടർ സ്കെയിൽ 6 മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകർന്നേക്കാനിടയുണ്ട്, തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കാമെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരിതം വലുതാണ്. അപ്പൊ ആ ദുരന്തം ഒഴിവാക്കുന്നതിനാണ് 2 മാർഗങ്ങൾ പറയുന്നത്. ഒന്ന്, മുല്ലപ്പെരിയാർ ഡാം കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളം അത് 136 അടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് തകർന്നാലുള്ള കുത്തൊഴുക്കിന്റെ ശക്തി കുറക്കുന്നതിന് ആ വെള്ളം 120 അടിയിൽ നിജപ്പെടുത്തണം. ഇപ്പോൾ 120 അടിയായി കുറക്കണം. അതോടൊപ്പം ഈ ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു ഡാം പണിയുക. പുതിയൊരു ഡാം പണിതതിന് ശേഷം വെള്ളത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടാകുമോ എന്ന ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ മുഖ്യമന്ത്രി ആവുന്നതിന് മുൻപ് താങ്കൾക്ക് വലിയ ആശങ്കയായിരുന്നു ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി ആയപ്പോൾ ഈ ആശങ്കയൊക്കെ എവിടെ പോയി? അത് എന്ത് തരം ആശങ്കയാണ് വിജയ? അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ പഴയ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് കേൾക്കുക, നല്ലതായിരിക്കും. അപ്പോൾ ആരും ഇതിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം മുല്ലപ്പെരിയാർ പൊട്ടില്ല. വിജയൻ അതിങ്ങനെ തള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ആ തള്ളലാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. എന്നാൽ വീണ്ടും ഒരു തള്ളൽ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിപ്പോൾ വന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കുക. ഇപ്പോഴെന്തോ മുല്ലപ്പെരിയാർ ഡാമിന് അപകടം വരാൻ പോവുകയാണ് എന്നൊരു ചിത്രമുണ്ടാക്കുകയും അതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ മരിക്കാൻ പോവുകയാണ് എന്നൊരു ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്നത് തീർച്ചയായും പ്രശ്നത്തെ മറ്റൊരു തരത്തിൽ വഴിതിരിച്ചു വിടലാണ്. അത്തരത്തിലുള്ള ഒരാപൽ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അനാവശ്യമായ ഭീതി പരത്തി ഇത്തരമൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടരെ നിയമപരമായി തന്നെ നേരിടേണ്ടത്. ഏതായാലും സ്വയം രക്ഷപ്പെടാനായിട്ട് മൂപ്പർ 80 ലക്ഷം രൂപ മാസവാടക കൊടുത്ത് ഹെലികോപ്റ്റർ വാങ്ങിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പേരിൽ ലോകരാജ്യങ്ങളുടെ കയ്യിൽ നിന്നും ബക്കറ്റിൽ തെണ്ടാൻ കാത്തിരിക്കുകയാണ് കേരളത്തിൻ്റെ മാണ്ഡ്രയ്ക്ക്. എന്നാലും ഒരു സത്യം പറയാതെ വയ്യ. ഈ അണക്കെട്ടിൻ്റെ അന്നത്തെ ശില്പികൾ, അതായത് ഈ ഡാം പണിത ശില്പികളുണ്ടല്ലോ, അതായത് ആ ഡാം നിർമ്മിച്ചവർ, അവരന്ന് കൈയിട്ട് വാരാതെയും അടിച്ചു മാറ്റാതെയും ഒക്കെ നിർമ്മിച്ചതായതുകൊണ്ടാണ് ഇപ്പോഴും അതിന് ആയുസ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത്. ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ മുല്ലപ്പെരിയാർ സമരത്തിന് ചങ്ങല തീർത്ത നിങ്ങൾ ഇപ്പോൾ അടിമച്ചങ്ങല എടുത്തണിഞ്ഞ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് സഹതാപം തോന്നുന്നുണ്ട്. ഓരോ ദുരന്തവും ഉണ്ടാകുന്നത് തങ്ങൾക്ക് പണം സ്വരൂപിക്കുന്ന ഒരു ഉപാധിയായിട്ട് കാണുന്ന നിങ്ങളുടെ ഈ ഉറപ്പിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഒരു മല ഇടിഞ്ഞതിൽ കാണാൻ പറ്റുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വയനാടുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ നടുക്കത്തിലാണ് ഇപ്പോൾ
കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും തന്നെ വയനാട് ഉരുൾപൊട്ടലിൻ്റെ നേർചിത്രങ്ങൾ നമ്മെ ഭയപ്പെടുത്തുമ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ വീണ്ടും സജീവമാവുകയാണ്. എല്ലാവരും പറയും ഒരു പ്രളയം ഉണ്ടാവുമ്പോൾ മുല്ലപ്പെരിയാർ, കസ്തൂരി രംഗൻ, മാധവ് ഗാഡ്ഗിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്കായിട്ട് വരുമെന്ന്. സത്യത്തിൽ ഇതൊക്കെ എന്നും രംഗത്തുള്ള ഒരു കാര്യം തന്നെയാണ്. കുമളി വള്ളക്കടവ് മേഖലയിലൂടെ ഒക്കെ ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എല്ലാ ദിവസവും സമരപ്പന്തൽ കാണാൻ സാധിക്കും. എന്നാൽ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച്, ഒരു ദുരന്തമുണ്ടായി ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഇതിൽ ഉള്ള ആളുകളുടെ എണ്ണത്തിലും കുറവുണ്ടാകും. കാരണം ഇതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സമരപ്പന്തലിലും ആളുകൾ നിറയുന്നു. പിന്നീട് അത് കുറഞ്ഞു വരുന്നു. അവിടെ താമസിക്കുന്ന, എപ്പോൾ വേണമെങ്കിലും ജീവന് ഭീഷണി ഉണ്ടെന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകൾ ആ സമരപ്പന്തലിൽ എന്നും കാണാൻ സാധിക്കും. കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കവും അതോടൊപ്പം പുതിയ ഡാം എല്ലാം തന്നെ എന്നും ചർച്ചകളിൽ നിറയുകയാണ്. കേരളത്തെ തകർക്കുന്ന ഒരു ബോംബ് തന്നെയാണ് മുല്ലപ്പെരിയാർ. കേരളം രണ്ടായിട്ട് വിഭജിക്കപ്പെടും എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. എത്രയോ ജനങ്ങൾ മരണപ്പെടും, എത്രയോ സ്ഥലങ്ങളില്ലാതെയാകും. വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ഭയവും ഭീതിയും ആവശ്യവും ഇതുതന്നെയാണ്. ഇപ്പോൾ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പെരിയാർ തീരവാസികൾക്കുള്ള ആശങ്ക മുൻനിർത്തിക്കൊണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യവുമായിട്ട് മുൻപ് പ്രക്ഷോഭരംഗത്തുണ്ടായിരുന്ന പല സംഘടനകളും ഇപ്പോൾ വീണ്ടും ശക്തിയാർജിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള ആളുകൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അവർ കുടിയേറുന്നു എന്നതിന് പിന്നിലും ഈ മുല്ലപ്പെരിയാറിൻ്റെ ഒരു പ്രധാന അപകട സാധ്യതയും കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ ജില്ലകൾക്ക് മേൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നാലുണ്ടാകുന്ന ആ ഒരു ഭീഷണിയാണ് പ്രധാനമായിട്ടും ഈ ഒരു കുടിയേറ്റത്തിൻ്റെ പ്രധാന കാരണം. കാലപ്പഴക്കം കൊണ്ട് സുർക്കി മിശ്രിതം ഒലിച്ചു പോവുകയും ഡാമിന് വൻ ഭീഷണി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ പരിസ്ഥിതിലോല പ്രദേശമായിട്ടുള്ള മുല്ലപ്പെരിയാർ മേഖല ഭൂകമ്പ സാധ്യത കൂടിയ ഒരു മേഖല കൂടിയാണ്. അനേകം തവണ ചെറിയ ഭൂചലനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേഘവിസ്ഫോടനം കൊണ്ടോ അല്ലെങ്കിൽ പ്രളയം കൊണ്ടോ ഇനി അല്ലെങ്കിൽ ബലക്ഷയം കൊണ്ടോ ഡാം തകരാൻ സാധ്യതയുണ്ടെന്ന് ജനങ്ങളെല്ലാം തന്നെ ഭയപ്പെടുന്നുണ്ട്. ഡാം പൊട്ടിയാൽ അതിൻ്റെ ആഘാതം താങ്ങാൻ കേരളത്തിന് കഴിയില്ല. കുത്തിയൊലിച്ചു വരുന്ന വെള്ളവും അതുപോലെ തന്നെ വൃക്ഷങ്ങളും തകരുന്ന കെട്ടിടങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളും ഇടുക്കി ഡാമിൽ എത്താനായിട്ട് 45 മിനിറ്റ് മതിയാകും. ജലപ്രവാഹത്തിൽ എല്ലാം തന്നെ നശിക്കും. ഇടുക്കി ഡാമിൽ എത്തുന്ന ഈ ജലവും മറ്റു ഡാമിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇടുക്കി ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിലെ 6 ജില്ലകൾ ചെളിക്കുണ്ടിലാകും. 3 നില കെട്ടിടത്തിൻ്റെ അത്ര പൊക്കത്തിൽ ചെളി നിറയുകയും കേരളം 3 ഭാഗമായിട്ട് വിഭജിക്കപ്പെടുകയും ചെയ്യും. അത് മാത്രമല്ല, പുതിയ അണക്കെട്ട് ഏതായാലും അവിടെ പ്രായോഗികവുമല്ല. കാരണം പരിസ്ഥിതി ലോല പ്രദേശമാണ്. പുതിയ ഡാം പണിതാലും ഇതൊക്കെ തന്നെയാണ് ഭീഷണിയായിട്ട് നിലനിൽക്കുന്നത്. ഇനി ഈ ഒരു ദുരന്തം ഒഴിവാക്കാനായിട്ട് പറ്റുന്ന ഏക സൊല്യൂഷൻ എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ ഉയരമുള്ള ഡാമാണ് പത്തനംതിട്ടയിലെ കക്കി ഡാം. ആ കക്കി ഡാമിലാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിൽ ഉള്ളതിനേക്കാൾ വെള്ളവും ധാരാളമുണ്ട്. ഇടുക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അണക്കെട്ടും ഈ റിസർവെയറുമായിട്ടുള്ള പമ്പ അതുപോലെ തന്നെ കക്കി ഡാമിൽ നിന്ന് തമിഴ്നാടിന് വെള്ളം നൽകുകയും അതുവഴി നമുക്ക് ഈ കേരളത്തിൻ്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന ആ ഒരു ഭീതി എത്രയും വേഗം തന്നെ അത് അവസാനിപ്പിക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെ ഈ പഴകി പൊളിഞ്ഞ മുല്ലപ്പെരിയാറിനേക്കാൾ 7 ഇരട്ടി വലിപ്പവും അതോടൊപ്പം തന്നെ അതിലുമേറെ ജലസംഭരണ ശേഷിയും ഉള്ളതാണ്. നമുക്കറിയാം ഈ പമ്പയും അതുപോലെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കക്കി അണക്കെട്ടെന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഈ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ ജലം കക്കി ഡാമിൽ നിന്ന് ആവശ്യമെങ്കിൽ അവർക്ക് നൽകാൻ സാധിക്കും. ഇതോടെ നമുക്ക് പമ്പ നദിയിലെ വെള്ളപ്പൊക്ക ഭീഷണി അത് കുറയ്ക്കാൻ സാധിക്കും. ഇടുക്കി അണക്കെട്ടിലെ ജലക്ഷാമവും കുറയ്ക്കാൻ സാധിക്കും. എറണാകുളം, ഇടുക്കി അതുപോലെ തന്നെ കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ ജില്ലകൾക്ക് മേൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നാലുണ്ടാകുന്ന ആ ഒരു ഭീഷണിയും ഇതിലൂടെ പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. തമിഴ്നാടിന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടും. പുതിയ അണക്കെട്ടോ അല്ലെങ്കിൽ വനനശീകരണമോ ഇനി അതുമല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളുടെയൊക്കെ കൂടുതൽ ചൂഷണമോ ഒന്നും കൂടാതെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നടപ്പിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. മുല്ലപ്പെരിയാർ തകർന്നാൽ ഇടുക്കി അതിനെ താങ്ങും എന്നത് നിങ്ങളുടെ വെറും ഒരു സങ്കല്പം മാത്രമാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.